കേരള ജനതയെ ഞെട്ടിച്ച ഒരു കൊലപാതകമാണ് വെഞ്ഞാറമൂട് സംഭവിച്ചത്. സ്വന്തം അമ്മയെയും അനിയനെയും അതുപോലെ തന്നെ ബന്ധുക്കളെയും വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ പൂജപ്പുര ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചതിനാൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയില്ല എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ജയിൽ സൂപ്രണ്ടന്റ് ജയിൽ മേധാവിക്ക് റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. ഉദ്യോഗസ്ഥരുടെ സംയോജിത ഇടപെടലാണ് ജീവൻ രക്ഷിക്കാൻ കാരണമായതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. UTB ബ്ലോക്കിലെ ശുചിമുറിയിലാണ് ജീവനൊടുക്കാൻ അഫാൻ ശ്രമിച്ചത്. ഉണക്കാൻ ഇട്ടിരുന്ന മുണ്ട് ഉപയോഗിച്ചാണ് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച അഫാന്റെ നില ഗുരുതര തുടരുകയാണ്. ഇപ്പോഴും ഒരു സെല്ലിൽ ഒറ്റയ്ക്കായിരുന്നു കിടന്നത്. TV കാണിക്കാനായി പുറത്തിറക്കി. തുടർന്നാണ് സംഭവം. ജയിൽ ഉദ്യോഗസ്ഥൻ മാറിയ സമയത്ത് ശുചിമുറിയിൽ പോയി തൂങ്ങി മരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ 11:30 ആത്മഹത്യാ ശ്രമം നടക്കുന്നത്. ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് അഫാൻ ശുചിമുറിയിൽ തൂങ്ങിയത് കണ്ടത്. ഉടൻ മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. നിലവിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അഫാൻ. വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. ഒപ്പമുണ്ടായിരുന്ന തടവുകാരൻ ഫോൺ ചെയ്യാൻ പോയ സമയത്താണ് ആത്മഹത്യാ ശ്രമം. തടവുകാർക്കായി ആഴ്ചയിൽ ഒരിക്കൽ TV കാണാൻ സമയം നൽകുന്ന പതിവുമുണ്ട്. ഈ സമയം പുറത്ത് ഉണക്കാനിട്ടിരുന്ന മുണ്ട് കൈക്കലാക്കിയാണ് ശുചിമുറിയിൽ കയറി അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ MICUവിലാണ് അഫാനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇയാളുടെ നില ഗുരുതരമാണെന്നും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനിടെയാണ് അഫാൻ ഉണക്കാനിട്ടിരുന്ന മുണ്ടുപയോഗിച്ച് ജീവനെടുക്കാൻ വീണ്ടും ശ്രമിച്ചത്. വാതിൽ തുറക്കാൻ വൈകിയതിനെ തുടർന്ന് വാർഡൻ ശുചിമുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ചതിനെ തുടർന്നാണ് അഫാനെ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വാർഡൻ ഉടൻ തന്നെ ജയിൽ അധികൃതരെ വിവരം അറിയിക്കുകയും ചെയ്തു. തുടർന്ന് 11:25 അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഫെബ്രുവരി 24 നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടക്കുന്നത്. പിതൃമാതാവ് സൽമ ബീവി, പ്രതി സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ, സഹോദരൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെയാണ് അഫാൻ കൊലപ്പെടുത്തിയത്. മാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും മാതാവ് രക്ഷപ്പെടുകയായിരുന്നു. നാടിനെ നടുക്കിയ കൊലപാതകത്തിന്റെ കാരണങ്ങൾ വളരെയധികം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കടബാധ്യതയുടെ പേരിലാണ് ഇത്രയും പേരെ കൊല്ലാൻ അഫാൻ തുനിഞ്ഞത്. അതിനുശേഷം അഫാൻ സ്വയം ജീവനൊടുക്കാൻ ശ്രമിച്ചു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിൽ സ്വന്തം കുടുംബത്തെ പോലും ഇല്ലാതാക്കാൻ ശ്രമിച്ച വ്യക്തി കൂടിയാണ് അഫാൻ. അഫാന്റെ കേസിൽ കേരളക്കരെ ആകെ ഞെട്ടുകയായിരുന്നു. എന്തായാലും അഫാൻ ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ്. അഫാന്റെ വിധി എന്താകും എന്നുള്ളതല്ല ഇനി കോടതിയും അതുപോലെ തന്നെ ശാസ്ത്രവും തീരുമാനിക്കും.